നമസ്കാരം, എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇന്ത്യയും അർമീനിയയും പുതിയ പ്രതിരോധ കരാർ ഒപ്പുവച്ചു. ഏകദേശം $4 ബില്യൺ വിലമതിക്കുന്ന കരാറാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിരിക്കുന്നത്. മധ്യേഷ്യയുടെയും രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റാൻ ശേഷിയുള്ള ഒരു പ്രതിരോധ നീക്കമായിട്ടാണ് വിലയിരുത്തുന്നത്. ഈ കരാറിലൂടെ അർമീനിയ ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ, ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം, പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ, റഡാർ സിസ്റ്റങ്ങൾ തുടങ്ങി ഉന്നത നിലവാരത്തിലുള്ള ആയുധങ്ങൾ വാങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യ അർമീനിയയിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്ത് വരികയാണ്. 2022 മുതൽ 2024 വരെ അവരുടെ, അതായത് അർമീനിയയുടെ ആയുധ ഇറക്കുമതിയുടെ 43% ഇന്ത്യയിൽ നിന്നാണ് എന്നാണ് സ്റ്റാറ്റ്സ് പറയുന്നത്. ഇത് ഒരു ജിയോ പൊളിറ്റിക്കൽ മൂവിന്റെ ഭാഗമായിട്ടാണ് മോദി ഗവൺമെന്റ് ഇതിന് ഒരുപാട് ഊന്നൽ കൊടുക്കുന്നത്. ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ അർമീനിയയുടെ സ്ഥാനം എന്ന് പറയുന്നത് വലിയ സങ്കീർണതകളുള്ള ഒരു സ്ഥലത്താണ്. ലോകത്തിലെ തന്നെ ആദ്യ ക്രൈസ്തവ രാഷ്ട്രങ്ങളിൽ ഒന്നായ അർമീനിയ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇസ്ലാമിസ്റ്റ് അധിനിവേശങ്ങൾക്കും അതുപോലെ ടർക്കിക് സാമ്രാജ്യങ്ങളുടെ ആക്രമണങ്ങൾക്കും ഇരയാണ്. ഒട്ടോമൻ സാമ്രാജ്യകാലത്ത് നടന്ന 1915 അർമീനിയൻ ജനഹത്യ അല്ലെങ്കിൽ അർമീനിയൻ ജനോസൈഡ്, അതിൻ്റെ ഭീകരതയും അതുപോലെ മതപരമായ അക്രമവും ഈ രാജ്യം സഹിച്ച ദുരിതങ്ങളുടെ ഉത്തമ ഉദാഹരണമാണ്. ഏകദേശം 15 ലക്ഷം അർമീനിയൻ ക്രൈസ്തവരെയാണ് അന്ന് ഇസ്ലാമികർ കൊന്നൊടുക്കിയത്. ഇന്നും ആ പ്രദേശം അതിൻ്റെ ഒരു രക്തമുദ്രയായിട്ടാണ് തുടരുന്നത്. ഇന്ന് ടർക്കി പ്രസിഡന്റ് എർദോഗൻ പാൻ ടർക്കിക് ഐക്യം എന്ന ആശയവുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ അടിത്തറയിലാണ് ഇന്നത്തെ ഒട്ടോമൻ മതരാഷ്ട്രീയത്വത്തിൻ്റെ നേടലുകൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എർദോഗന്റെ ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അസർബൈജാനിൽ നിന്നും കസാക്കിസ്ഥാനിലേക്കും മധ്യ ഏഷ്യൻ മുസ്ലിം രാജ്യങ്ങളിലേക്കും വരെ ടർക്കിയുടെ സ്വാധീനം വ്യാപിപ്പിക്കുക അല്ലെങ്കിൽ ടർക്കിയുടെ കൺട്രോളിൽ കൊണ്ടുവരിക എന്നാണ്. അതുകൂടാതെ മതത്തിന്റെയും വംശത്തിന്റെയും പേരിൽ രൂപവൽക്കരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ ബ്ലോക്കാണിത്. ഇതിന്റെ മറുവശത്ത് ആണ് ഇന്ത്യയും അർമീനിയയും തമ്മിലുള്ള ഈ പുതിയ പ്രതിരോധ ബന്ധം ടർക്കി, അസർബൈജാൻ, പാകിസ്ഥാൻ പക്ഷത്തിന് നേരിട്ടുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാറുന്നത്. അർമീനിയയുടെ പ്രധാന സുരക്ഷാ ഭീഷണി അസർബൈജാനാണ്. പ്രത്യേകിച്ച് നഗോർണോ കരാബാഖ് മേഖലയിൽ നടന്ന യുദ്ധം ഇതിന്റെ ഉദാഹരണമാണ്. അതായത് 2022 എന്നാണ് എൻ്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ 2022 ഇത് നടന്നത്. അന്നത്തെ യുദ്ധത്തിൽ ടർക്കിയും പാകിസ്ഥാനും ചേർന്ന് അസർബൈജാനെ വൻതോതിൽ പിന്തുണച്ചു. ഡ്രോണുകൾ, സാങ്കേതിക പിന്തുണ, സൈനിക ഉപദേശകർ എന്നിവയിലൂടെ ടർക്കിയും പാകിസ്ഥാനും ഇവരെ ഒരുപാട് സഹായിച്ചു. അത്തരം ഒരു സാഹചര്യം കണ്ടപ്പോൾ, അതുകൂടാതെ അമേരിക്ക ഒരു സഹായവും കൊടുക്കാതിരുന്ന സമയത്താണ് ഇന്ത്യ അതിൽ ഇടപെടുന്നതും ഇന്ത്യയുടെ ആയുധങ്ങൾ ആദ്യമായിട്ട് അർമീനിയയിലേക്ക് എത്തുന്നതും. അങ്ങനെ അതൊരു പ്രതിരോധ സഖ്യം എന്നതിലുപരി ഒരു മത അധിഷ്ഠിത ബ്ലോക്കിനെ എതിർക്കുന്ന ഒരു തന്ത്രപരമായ നീക്കമായിട്ടും കാണപ്പെടുന്നു. കൂടാതെ ടർക്കി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് അവരെ പാകിസ്ഥാനെ കുറെ സഹായിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അതെല്ലാം പൊളിഞ്ഞു. ഈവൻ ടർക്കിയുടെ കുറച്ച് സൈനികർ അവിടെ കൊല്ലപ്പെട്ടു. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ബോംബിങ്ങിൽ ടർക്കിയുടെ സൈനികർ കൊല്ലപ്പെട്ടതായിട്ടും ആ സമയത്ത് ഇന്ത്യയുടെ ഓപ്പ് സിന്ദൂറിന്റെ സമയത്ത് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യക്കിട്ട് മാക്സിമം ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് ടർക്കി. ഈ ടർക്കിയും ഈ എർദോഗനും തന്നെയാണ് UN പോയിട്ട് ഇന്ത്യയുടെ കാശ്മീരിനെ പറ്റി സംസാരിക്കുന്നത്. ഇയാൾക്ക് ഇവിടമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഒരുപാട് അകലെ കിടക്കുന്ന ഒരു രാഷ്ട്രമാണ് ടർക്കി. അതുപോലെ അവിടെ ഭൂമികുലുക്കം വന്നപ്പോൾ ആദ്യം സഹായം എത്തിച്ചത് ഇന്ത്യയാണ്. അതൊക്കെ മറന്നിട്ടാണ് അവർ ഈ പരിപാടി കാണിക്കുന്നത്. ഇന്ത്യയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഈ കരാർ മേക്ക് ഇൻ ഇന്ത്യ അതുപോലെ പ്രതിരോധ പദ്ധതിയുടെ ആഗോള വിജയം അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം മൂലം മോസ്കോയുടെ ആയുധ വിതരണം ബാധിച്ച സാഹചര്യത്തിൽ ഇന്ത്യ ഇപ്പോൾ ഒരു പകരമായിട്ടുള്ള ആയുധ വിതരണ കേന്ദ്രമായിട്ട് ഉയർന്നു വന്നു. ഇത് യുറേഷ്യൻ മേഖലയിൽ സുരക്ഷാ സമവാക്യങ്ങളെ പുതുക്കുന്ന ഒരു നീക്കം കൂടിയാണ്. ഇന്ത്യ ഇതിലൂടെ വെറും പണം സമ്പാദിക്കുക മാത്രമല്ല, ജിയോ പൊളിറ്റിക്സിൽ തന്റെ പ്രാധാന്യം ഉറപ്പിക്കുക കൂടിയാണ്. റഷ്യയും ടർക്കിയുടെയും ഒരുപാട് സ്വാധീനമുള്ള പ്രദേശം ആയിരുന്നിടത്ത് ഇപ്പോൾ ഇന്ത്യ മറ്റൊരു ശക്തിയായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. അർമീനിയയുമായുള്ള ബന്ധം ചരിത്രപരമായും മൂല്യപരമായും ഇന്ത്യക്ക് പ്രസക്തമാണ്. ഇരു രാജ്യങ്ങളും മതത്തിന്റെ പേരിൽ അധിനിവേശം നേരിട്ട സിവിലൈസേഷനുകളാണ്. ഒരു ഭാഗത്ത് ടർക്കി, മറുഭാഗത്ത് പാകിസ്ഥാൻ തുടങ്ങിയ ഇസ്ലാമിക രാജ്യങ്ങൾ, ഇസ്ലാമിക ബ്ലോക്കുകൾ രൂപപ്പെടുത്തുമ്പോൾ മറ്റേ ഭാഗത്ത് ഇന്ത്യയുടെ നിലപാട് മതേതര സാംസ്കാരിക സ്വാതന്ത്ര്യത്തെയും ബഹുസ്വരതയെയും പ്രതിനിധീകരിക്കുന്നു. അതിനാൽ തന്നെ ഇന്ത്യ അർമീനിയ ബന്ധം ഒരു രാഷ്ട്രീയ സൈനിക സഖ്യം എന്നതിലുപരി ഒരു സിവിലൈസേഷണൽ കൂട്ടായ്മ കൂടിയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ടർക്കി ഈ നീക്കത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എർദോഗന്റെ നവ ഓട്ടോമൻ സ്വപ്നം മന്ദഗതിയിലാക്കാൻ ഇന്ത്യയുടെ ഇടപെടൽ കാരണമാകുമെന്നാണ് നിരീക്ഷണം.
അർമീനിയയ്ക്ക് ഇപ്പോൾ മികച്ച പ്രതിരോധ സംവിധാനം ലഭിച്ചതിനാൽ അസർബൈജാൻ ഇനി സാങ്കേതിക ആയുധങ്ങൾക്കായി ടർക്കിയെയും ഇസ്രായേലിനെയും കൂടുതൽ ആശ്രയിക്കേണ്ടി വരും. അതിനാൽ ആയുധ ബാലൻസ് തന്നെ മാറും. ഇത് ഭൗമരാഷ്ട്രീയപരമായും സാങ്കേതികമായും ഒരു പുതിയ തുടക്കം ആയി മാറാനും സാധ്യതയുണ്ട്. ഇന്ത്യക്ക് വേണ്ടി നോക്കുമ്പോൾ ഇതൊരു ദീർഘകാല നിക്ഷേപമാണ്. ഇന്ത്യ ഇറാൻ വഴിയുള്ള നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ വഴി യൂറോപ്പിലേക്കുള്ള വ്യാപാര പാത വികസിപ്പിക്കുകയാണ്. അർമീനിയ അതിൽ നിർണായക സ്ഥാനം വഹിക്കുന്നു. അതിനാൽ ഈ പ്രതിരോധ ബന്ധം ഭാവിയിൽ സാമ്പത്തിക, ഗതാഗത, സാങ്കേതിക സഹകരണങ്ങളിലേക്കും വിപുലീകരിക്കപ്പെടും. ഇതൊക്കെയായി നോക്കുമ്പോൾ ഇന്ത്യ അർമീനിയ കരാർ ഒരു സാധാരണ ആയുധ കരാറായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. അത് ചരിത്രത്തിന്റെ നീണ്ട നിഴലുകൾക്കും ഭാവിയിലെ തന്ത്രങ്ങൾക്കുമിടയിലെ ബന്ധമായിട്ട് മാറിയിരിക്കുകയാണ്. ഒട്ടോമൻ സാമ്രാജ്യം ഒരിക്കൽ ബലപ്രയോഗത്തിലൂടെ അടിച്ചമർത്തിയ ക്രൈസ്തവ രാജ്യത്തിന്റെ പ്രതിരോധം ഇന്ന് ഏകദേശം ഹിന്ദു രാഷ്ട്രമായ ഭാരതത്തിന്റെ കൈകളിൽ കൂടിയാണ് എന്നത് കാലത്തിന്റെ അത്ഭുതപരമായ തിരിച്ചുവരവാണ്. ഇന്ത്യക്ക് സിവിലൈസേഷനിൽ സത്യസന്ധതയുടെ പ്രകടനമാണിത്. മറിച്ച് അർമീനിയയ്ക്ക് സുരക്ഷയുടെ ശ്വാസവായുവും കൂടിയാണ്. ടർക്കി പാകിസ്ഥാൻ പക്ഷത്തിന് അതിവിശാലമായ ഭൗമരാഷ്ട്രീയ വെല്ലുവിളിയാണ് ഇന്ത്യയുടെ എൻട്രി കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ കരാർ ഇന്ത്യയുടെ യുറേഷ്യൻ പുനർപ്രവേശനത്തിന്റെ ചിഹ്നമായി മാറുന്നു. മതാധിഷ്ഠിത ബ്ലോക്കുകളെ മറികടന്ന് സ്വതന്ത്ര രാഷ്ട്രത്തിന്റെയും ഭൗമരാഷ്ട്രീയ ബുദ്ധിയും അതുപോലെ സാമ്പത്തിക സ്വാധീനവും ചേർത്ത് ഇന്ത്യ തന്റെ സ്ഥാനം ഊട്ടിയുറപ്പിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി മതം, സിവിലൈസേഷൻ, സൈനികത എന്നിവയുടെ മധ്യരേഖയിൽ ഇന്ത്യയുടെ പേര് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.